ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി ജോമോൾ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് മീൻ കുഴമ്പ്. മീൻ കുഴമ്പെന്ന് പറയുമ്പോൾ തമിഴ്നാടൻ സ്റ്റൈൽ മീൻ കുഴമ്പ്. മീൻ കുഴമ്പ് ചെയ്യാൻ നമുക്ക് ആദ്യം സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം. ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ആ കറിയുടെ ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം ഉലുവ ഇടുക. അത് പൊട്ടിക്കഴിയുമ്പം കടുക് ഇടുക. കടുകും പൊട്ടിക്കഴിയുമ്പം ഇച്ചിരി കരിയാപ്പില ഇടുക. ഇതിൻ്റെ കൂടെ ജീരകവും കൂടി ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. ഇനി ഇത് ഞാൻ തക്കാളിയും വെളുത്തുള്ളിയും കൂടി അരച്ച മിക്സാണ്. അതിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലോണം ഇതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അത് ഇളക്കി പച്ച സ്മെല്ല് പോയി കഴിയുമ്പം മുളക് പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഓപ്ഷണലാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സും കൂടി നല്ലോണം നമ്മൾ ഇളക്കണം. ഇത് പച്ച സ്മെല്ല്, ആ പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് പുളിവെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ പുളിവെള്ളത്തിൽ മേളിലിങ്ങനെ വെളുത്തിരിക്കുന്നത് ഞാൻ ആ തക്കാളി അരച്ച മിക്സി ജാറിൽ പുളിവെള്ളം പിഴിഞ്ഞതുകൊണ്ട് ആ ഒരു വെളുത്ത കളറ്. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെള്ളം, അതിൻ്റെ കൺസിസ്റ്റൻസി, കുഴമ്പിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് ഉപ്പും ഇട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് വരെ നല്ലോണം തിളയ്ക്കണം. എന്നിട്ട് ഏകദേശം നല്ല കൺസിസ്റ്റൻസി വന്നു കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇടാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സങ്കര മീനാണ്, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കിളിമീൻ. അതായിരിക്കും മീൻ കുഴമ്പിന് നല്ല ടേസ്റ്റ് കിട്ടാൻ പറ്റിയ മീൻ. മറ്റു മീനുകളും വെച്ച് നമുക്ക് ചെയ്യാം, പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് മീനിട്ട് കഴിഞ്ഞാൽ 2-3 മിനിറ്റും കൂടി നമ്മൾ 2 തല വന്നു കഴിയുമ്പം 2-3 മിനിറ്റ് സ്ലോയിലിട്ട് നമ്മൾ ചൂടാക്കുക. പിന്നെ കറി റെഡിയായി. ഞാൻ കുറച്ച് മീനെടുത്ത് വറക്കുകയും ചെയ്തായിരുന്നു. അത് കൂട്ടിയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്, ഈ കറിയുടെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്ന് കൂട്ടാൻ പാടില്ല. നമ്മൾ ആ ചട്ടി വെളിയിൽ തന്നെ വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കുമ്പം ഈ മീൻ കുഴമ്പിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.